നമസ്കാരം. ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി പരവൽ അടവ് 1, 2, 3 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നാം മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ പരവലടവ് 4 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പരവലടവ് 4 ചെയ്യുന്നതിനായി എൻ്റെ സ്റ്റുഡൻറ് സീതാലക്ഷ്മിയാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരവൽ അടവിന്റെ കാലുകൾ ആദ്യമായി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അരമണ്ഡലത്തിലേക്ക് ഇരുന്ന് 3, 4 താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് രണ്ടാം കാലത്തിൽ 3, 4 താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് മൂന്നാം കാലം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് 4 പ്രധാനമായും 2 മുദ്രകളാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നാമതായി കടക മുഖം, രണ്ടാമതായി അള പത്മം. ആദ്യം കടകാമുഖം നെഞ്ചിന്റെ ഭാഗത്ത് പിടിച്ച് വലത് കൈ താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് 4 കൈയും കാലും എങ്ങനെയാണ് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് ഒന്നാം കാലം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 3, 4 താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അരമണ്ഡലത്തിലിരുന്ന് 3, 4 താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം താ തേ തേ താം ധേ തേ തേ താം. പരവലടവ് 4 എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പരവലടവ് 5 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.